തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. LDFന് തിരിച്ചടി, UDFന് നേട്ടം, BJPയും നേട്ടമുണ്ടാക്കി. വമ്പൻ തിരിച്ചടിയാണ് LDFന് സംഭവിച്ചത്. വമ്പൻ നേട്ടമാണ് UDF നേടിയത്. അടുത്ത തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF വമ്പൻ വിജയം നേടും. അതിന്റെ സൂചനയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. UDF നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വമ്പൻ വിജയം നേടുമോ? അത് കൃത്യമായി അറിയണമെങ്കിൽ ഇതിനു മുമ്പുള്ള UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലവും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലവും ഒന്ന് വിശകലനം ചെയ്യേണ്ടി വരും. 2010 ആകെ ഗ്രാമപഞ്ചായത്തുകൾ 978 ആയിരുന്നു. 978. UDFന് ലഭിച്ചത് 565 ഗ്രാമപഞ്ചായത്തുകളാണ്. 565. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആകെയുള്ളത് 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അതിൽ UDFന് ലഭിച്ചത് 504. 2010 ലഭിച്ചത് 565. ഇത്തവണ 504. ഇനിയിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കാം. 2010 ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ജയിച്ചത് 92 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ്. ഇത്തവണ അത് 79 മാത്രമാണ്. 79. ആകെ 152 തന്നെയാണ്. 79. 2010 92. ജില്ലാ പഞ്ചായത്തുകൾ 14. LDFന് 2010 8ആണ്. LDFന് 6ആണ്. ഇത്തവണ ജില്ലാ പഞ്ചായത്തുകളിൽ LDFന് 7, UDFന് 7. ഒപ്പത്തിനൊപ്പമാണ്, തുല്യ നിലയിലാണ് നിൽക്കുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ വോട്ട് അത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കായിരിക്കും. ജില്ലാ പഞ്ചായത്താണ് രാഷ്ട്രീയമായി ചിന്തിക്കുകയും രാഷ്ട്രീയമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഇടം. നിയമസഭ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അവിടെ LDFും UDFും ഒരേപോലെ നിൽക്കുകയാണ്, മുഖാമുഖം നിൽക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ റിസൾട്ട്. 7-7. ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റികൾ നോക്കാം. 2010 97 മുനിസിപ്പാലിറ്റികളാണ്. അതിൽ 57 UDF ആണ്. 57. ഇത്തവണ മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ UDF 54ആണ്. 2010 57, ഇപ്പോൾ 54. കോർപ്പറേഷനുകൾ അന്ന് 5, UDF 2, LDF 3. ഇത്തവണ കോർപ്പറേഷനുകൾ 6ആണ്. LDFന് 1, UDFന് 4. NDA നേട്ടമുണ്ടാക്കി. അതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അത് വലിയ നേട്ടം തന്നെയാണ്. 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ നഗരസഭയിൽ ആ നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല UDFന്. എന്നാൽ ഇന്ന് അതും ആവർത്തിക്കുന്നു. UDF നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരേപോലെ ആധിപത്യം ചെലുത്തുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. 2010 തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. അതിൻ്റെ ഡാറ്റകൾ ഇപ്പോഴും നമുക്ക് ലഭിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയാൽ മതി. 90 അസംബ്ലി സീറ്റുകളിലാണ് അന്ന് LDF ലീഡ് നേടിയത്. 90 അസംബ്ലി സീറ്റുകൾ. 2011 നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന് ലഭിച്ചതോ വെറും 72 സീറ്റുകൾ മാത്രം. 72 സീറ്റുകൾ മാത്രം. 90 സീറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDFന് 90 സീറ്റിൽ ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ UDF ജയിച്ചത് 72 സീറ്റിനാണ്. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായത്. ആ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ എത്ര മണ്ഡലങ്ങളിലാണ് UDFന് മേൽക്കൈയുണ്ടാകുക? അത് 63 മണ്ഡലങ്ങളിൽ മാത്രമാണ്. 63 മണ്ഡലങ്ങളിൽ മാത്രം. 90-ൽ നിന്ന് 2010 72-ലേക്കാണ് UDF വീണത്. ഇപ്പോഴുള്ളത്
63 മാത്രമാണ്. എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന സ്ഥിതിയിലല്ല UDF ഇന്നുള്ളത് എന്നോർക്കണം. 63ഓളം സീറ്റുകളിൽ മാത്രമാണ് UDFന് മേൽക്കൈയുള്ളത് എന്നോർക്കണം. അതുകൊണ്ട് 2026 വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ UDFന് എന്ന് ചോദിച്ചാൽ കണക്കുകൾ പറയുന്നത് സാധിക്കില്ല എന്നാണ്. UDFനെ സംബന്ധിച്ച് സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് വലിയ ആഹ്ലാദമൊന്നും UDF ക്യാമ്പിലില്ല. വലിയ ആഹ്ലാദം പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് UDFന് ആവശ്യമാണ്. ഇതാ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് UDFന്റെ ആവശ്യമാണ്. പക്ഷേ 2010ഉം 2025ഉം താരതമ്യം ചെയ്യുമ്പോൾ UDFന് അത്ര ആഹ്ലാദിക്കാൻ വകയില്ല എന്ന് കൃത്യമായും മനസ്സിലാകും ഈ കണക്കുകൾ പരിശോധിച്ചാൽ. വമ്പിച്ച വിജയമാണ് 2010 തദ്ദേശത്തിലേക്ക് നേടിയത് UDF. 90 സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ അന്നുണ്ടായിരുന്നു. പക്ഷേ UDF ജയിച്ചത് വെറും 72 സീറ്റുകളിൽ മാത്രമാണ്. എന്നാൽ ഇന്ന് 2010 വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല UDFന്. അതിൽ കുറവ് പഞ്ചായത്തുകൾ, അതിൽ കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതിൽ കുറവ് മുനിസിപ്പാലിറ്റികൾ, അതിൽ കുറവ് ജില്ലാ പഞ്ചായത്ത് 7 എന്ന് വെച്ചാൽ 2010 നേട്ടം ഉണ്ടായിട്ടില്ല 2025 എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കും. അതുകൊണ്ട് 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം നേടിയ UDFന്റെ വിജയമുണ്ട്. 90 സീറ്റ് ലഭിക്കുമായിരുന്ന UDFന് ലഭിച്ചത് 72 സീറ്റാണ്. 2025 ഇപ്പോഴത്തെ കണക്കനുസരിച്ച് UDFന് മേൽക്കൈ 63 സീറ്റുകളിൽ മാത്രമാണ്. അത് നിലനിർത്താനും അതിൽ നിന്ന് മുന്നോട്ട് പോകാനും UDFന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2010 വിജയം ആവർത്തിക്കാൻ UDFന് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് UDFന്റെ വലിയ പോരായ്മ. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയത്തിൽ ആഹ്ലാദിക്കാൻ ഒന്നുമില്ല എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് 2026 വലിയ വിജയമല്ല UDFനെ കാത്തിരിക്കുന്നത്. അപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് എന്നതിന് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇന്നത്തെ അവസ്ഥയിൽ 63 സീറ്റുകളിൽ മാത്രമാണ് UDFന് മേൽക്കൈയുള്ളത്. അത് നിലനിർത്തി ഇനിയും മുന്നോട്ട് കുതിക്കാൻ LDFന് കഴിയുമോ? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, അതിലേക്ക് എത്താൻ UDFന് കഴിയില്ല എന്നത് തന്നെയാണ്.